Good evening. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. നമ്മൾ ഇന്ന് ചാപ്റ്റർ 7 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിന്റെ പാർട്ട് 2 ചെയ്യാൻ പോവാണ്. നമ്മൾ ഓൾറെഡി MCQയും വെരി ഷോർട്ട് ആൻസർ ടൈപ്പും കുറച്ച് ഓൾറെഡി സോൾവ് ചെയ്തു. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ ക്വസ്റ്റ്യൻ നമ്പർ 7 തൊട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ചോദിച്ചിരിക്കുന്നത് വൈ ആർ ബ്ലഡ്, ബോൺ ആൻഡ് കാർട്ടിലേജ് കോൾഡ് കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ബ്ലഡിനെയും ബോണിനെയും കാർട്ടിലേജിനെയും കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്നലെ ഞാൻ ഓൾറെഡി കണക്റ്റീവ് ടിഷ്യൂന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞിരുന്നു? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂല് 2 ടൈപ്പ് ഉണ്ട്. കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇതില് കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ ലൂസ് ആൻഡ് ഡെൻസ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂല് നമുക്ക് ഏതൊക്കെ കാണാം? ബോണും കാർട്ടിലേജും ബ്ലഡും കാണും. ആൻഡ് ബ്ലഡ് നമ്മൾ എന്തെന്നും കൂടി വിളിച്ചു? ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ കൂടി വിളിച്ചിരുന്നു. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്തുകൊണ്ടാണ് ഇവരെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ലിറ്ററലി മീനിങ് തന്നെ എന്താണ്? ഡിഫറെന്റ് ടിഷ്യൂസിനെ അല്ലെങ്കിൽ ഓർഗൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ബോൺ എടുത്താലും കാർട്ടിലേജ് എടുത്താലും ബ്ലഡ് എടുത്താലും എല്ലാത്തിനും സിമിലർ ആയിട്ട് എന്തുണ്ട്? എല്ലാം ബാക്കിയുള്ള ഓർഗൻസുമായിട്ടൊരു കണക്ഷൻ ഫോം ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് സപ്പോർട്ട് ടു വേരിയസ് സ്ട്രക്ചർ ഓഫ് ആനിമൽ ബോഡി. ഇനി ഈ ബ്ലഡും ബോണും കാർട്ടിലേജും ഏതിന്റെ താഴെ വരുന്നതാണ്? സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂന്റെ താഴെ വരുന്നതാണ്. ആൻഡ് ബ്ലഡിന്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്കറിയാം ബ്ലഡിൽ കുറെ മെറ്റീരിയൽസ് ഉണ്ട്, അതായത് കുറെ കോമ്പണൻസ് ഉണ്ട് ആൻഡ് പ്ലാസ്മ ഉണ്ട്. ആൻഡ് ഇതൊക്കെ എന്ത് ചെയ്യും? അതായത് വേരിയസ് മെറ്റീരിയൽസിനെ നമ്മൾ ഹോൾ ഹ്യൂമൻ ബോഡിയിൽ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ എത്തിക്കാനുള്ള കണക്ട് ചെയ്യുന്ന മേജർ സ്പെഷ്യലൈസ്ഡ് ഫ്ലൂയിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. അപ്പോൾ ഇറ്റ് ട്രാൻസ്പോർട്ട്സ് വേരിയസ് മെറ്റീരിയൽസ് ഫ്രം വൺ പാർട്ട് ടു ദി അതർ. ആൻഡ് അതുകൊണ്ട് തന്നെ അവരൊരു ലിങ്ക് ഫോം ചെയ്യും ബിറ്റ്വീൻ ഡിഫറെന്റ് ബോഡി പാർട്സ്. ഇനി ബോണും കാർട്ടിലേജും എടുത്തു നോക്കിയാൽ നമുക്കറിയാം വേർട്ടിബ്രേറ്റ്സിന്റെ ബോഡീസ് നമുക്ക് ബോണും കാർട്ടിലേജും എൻഡോസ്കെലറ്റിനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതിന്റെ മെയിൻ ഫങ്ഷൻസ് എന്താണ്? നമ്മുടെ ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് കൊടുക്കുക നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക്, അല്ലെങ്കിൽ എല്ലാ വേർട്ടിബ്രേറ്റ്സിന്റെയും ബോഡിക്ക് സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് കൊടുക്കുക. ആൻഡ് ബാക്കിയുള്ള ചില ഓർഗൻസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, ഒരു കേജ് പോലെ ഫോം ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഓൾസോ ഈ കാർട്ടിലേജും ബോണും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തും കൂടി ഫെസിലിറ്റേറ്റഡ് ആണ്, ലോക്കോമോഷനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ബോൺ ആൻഡ് കാർട്ടിലേജ് ഫോംസ് എൻഡോസ്കെലറ്റൻ ആൻഡ് ദേ സപ്പോർട്ട് ദ ബോഡി, പ്രൊട്ടക്ട്സ് വേരിയസ് ഓർഗൻസ്. ആൻഡ് പ്രൊട്ടക്ഷനും ലോക്കോമോഷനും കൂടി നമ്മൾ പറയണം. അപ്പോ ഇതിന്റെ മെയിൻ പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കണമെങ്കിൽ അവർ എന്ത് ഫങ്ഷൻ ചെയ്യണം? നമ്മുടെ ബോഡിയിലെ ഡിഫറെന്റ് പാർട്സിനെ, ഡിഫറെന്റ് ടിഷ്യൂസിനെല്ലാം ബൈൻഡിങ് ചെയ്യുക ആൻഡ് കണക്ട് ചെയ്യുക. ആൻഡ് ഇങ്ങനെ ബൈൻഡും കണക്റ്റും ചെയ്ത് അവരെന്ത് പ്രൊവൈഡ് ചെയ്യും? പ്രൊവൈഡ് സ്ട്രക്ചറൽ റിജിഡിറ്റി. അതായത് സ്ട്രക്ചറിന് റിജിഡ് ആയിട്ട് സൂക്ഷിക്കും. ആൻഡ് ഈ റിജിഡ് ആവുന്നതുകൊണ്ട് എങ്ങനെയാ? അതിന് ആവശ്യത്തിനുള്ള സപ്പോർട്ട് കിട്ടുന്നു ആൻഡ് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. ഇനി ബ്ലഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബ്ലഡിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ഓഫ് വേരിയസ് മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതെന്തൊക്കെയാണ് ഈ വേരിയസ് മെറ്റീരിയൽസ്? എൻസൈംസ് ആയിക്കോട്ടെ, ഹോർമോൺസ് ആയിക്കോട്ടെ, ഗ്യാസസ് ആയാലും മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസിൽ എന്തൊക്കെ വരാം? സച്ചസ് നൈട്രജീനസ് വേസ്റ്റ്, വൈറ്റമിൻസ് ആൻഡ് ബാക്കിയുള്ള മോളിക്യൂൾസ്. നൈട്രജീനസ് വേസ്റ്റ്, വൈറ്റമിൻസ് എക്സെട്ര. ഇത്രയും സാധനങ്ങളുടെ ഒരറ്റത്തു നിന്ന് മറ്റേ എൻഡിലേക്കുള്ള ട്രാൻസ്പോർട്ടും ഒരു ഫംഗ്ഷൻ കൂടി എക്സ്ചേഞ്ച് എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കണമെങ്കിൽ ബേസിക്കലി ബൈൻഡിങ്ങും കണക്റ്റും ചെയ്യണം ഡിഫറെന്റ് ടിഷ്യൂസിന് ആൻഡ് ഡിഫറെന്റ് ഓർഗൻസിന്. എന്നിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറൽ റിജിഡിറ്റി, സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ. ആൻഡ് ബ്ലഡിന് അതിൻ്റെതായ ഫംഗ്ഷൻ എഴുതി വെക്കുക, ട്രാൻസ്പോർട്ട് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് എന്താന്ന് വെച്ചാൽ അത് എൻസൈംസ്, ഹോർമോൺസ്, ഗ്യാസസ്, മോളിക്യൂൾസ്, നൈട്രജീനസ് വേസ്റ്റ് ആൻഡ് വൈറ്റമിൻസ്.
നമ്മൾ 7th ക്വസ്റ്റ്യൻ ആൻസർ കണ്ടു. ഇനി 8th ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വൈ ആർ ന്യൂറോൺസ് കോൾഡ് എക്സൈറ്റബിൾ സെൽസ്? മെൻഷൻ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദി മെംബ്രെയിൻ ഓഫ് ന്യൂറോൺ. അപ്പോ ന്യൂറോണിന് ന്യൂറോൺസ് ആർ എക്സൈറ്റബിൾ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി അത് എന്തുകൊണ്ടാണ് ആൻഡ് അതിന്റെ റീസണിങ് കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് ബേസിക്കലി ന്യൂറോൺസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറ്റും. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി ഈ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അവര് എന്ത് പറ്റും? നമുക്കറിയാം എന്താണ് ഫസ്റ്റ് അവരുടെ ഏത് സ്റ്റേജിലായിരിക്കും? മെയിൻലി അവർ റെസ്റ്റിംഗ് സ്റ്റേജിലായിരിക്കും. ഒന്നും ചെയ്യാത്ത സ്റ്റേജ്, റെസ്റ്റിംഗ് സ്റ്റേജ്. ഇനി റെസ്റ്റിംഗ് സ്റ്റേജിൽ നമുക്കറിയാം അവർക്കൊരു സോഡിയം പൊട്ടാഷ്യം പമ്പ് ഉണ്ട്, അതായത് Na+, K+ അയൺ പമ്പ്. അപ്പൊ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി എന്ത് 3 Na+നെ പുറത്തേക്കും 2 K+നെ ഉള്ളിലേക്കും അവരിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് റെസ്റ്റിംഗ് സ്റ്റേജിൽ നമുക്ക് ന്യൂറോണിൽ മെയിൻലി കാണാൻ പറ്റുക. ആൻഡ് ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇങ്ങനെ ഒരു അയണിന്റെ എക്സ്ചേഞ്ച് ഉള്ളത് കൊണ്ട് അവരുടെ ഉള്ളിലും, അതായത് ഒരു ന്യൂറോണിന്റെ ഉള്ളിലും അതിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ന്യൂറോണിന്റെ മെമ്പറിന്റെ പുറത്തുള്ള സ്ഥലത്തും എന്ത് മെയിൻറ്റെയിൻ ആവുന്നുണ്ട്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ദിസ് ലീഡ്സ് ടു എ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി നമുക്കറിയാം ഈ ട്രാൻസ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളൊരു സ്റ്റിമുലസ് കൊടുക്കുകയാണെങ്കിൽ, ഒരു എൻഡിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റിമുലസ് കൊടുക്കുകയാണെങ്കിൽ ഇതെന്ത് പറ്റും? ഈ നോർമലി നടക്കുന്ന പമ്പിൽ നടക്കുന്ന ചേഞ്ചസ് മാറി, അതായത് പുതിയ Na+ ഇതുവരെ പുറത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്ത് പറ്റും? Na+ ഉള്ളിലോട്ട് വരാൻ തുടങ്ങും. അങ്ങനെ Na+ന്റെ ഉള്ളിലോട്ടുള്ള ട്രാൻസ്ഫറും ഒക്കെ കൊണ്ട് എങ്ങനെ പറ്റും? ഒരു സ്റ്റിമുലസ് കൊടുക്കുന്ന സമയം ഇതിന്റെ സ്റ്റിമുലസ് കൊടുക്കുന്ന സമയം റെസ്റ്റിംഗ് സ്റ്റേജില് ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് പറ്റും? നമുക്കറിയാം Na+ പുറത്തോട്ട് പോയിരുന്നത് ഉള്ളിലേക്ക് വരും. ആ ഉള്ളിലോട്ട് ആ അയൺസ് ഇതുവരെ പോകാത്ത രീതിയിൽ പോയിക്കൊണ്ട് തുടങ്ങാന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ട് തുടങ്ങുമ്പോൾ എന്ത് പറ്റുന്നു? നമുക്ക് ആ ഒരു മെംബ്രെയിൻ, ആ ന്യൂറോണിന്റെ ലോങ് ആയിട്ട് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്പ്രെഡ് ആവും. അപ്പൊ സ്റ്റിമുലസിന്റെ സമയത്ത് എന്ത് പറ്റും? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്പ്രെഡ് അലോങ് ദി എൻറ്റയർ ന്യൂറോൺ. സെൽ സൈക്കിൾ എന്ന് പറഞ്ഞ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്ത് നമ്മൾ പഠിച്ചിരുന്നു? ന്യൂറോൺസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ആൻഡ് അതിൽ നമ്മൾ ആക്ച്വലി കണ്ടതാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. റെസ്റ്റിംഗ് സ്റ്റേജിൽ എന്താ പറ്റുക? ആൻഡ് ഈ റെസ്റ്റിംഗ് സ്റ്റേജിലുള്ള ഇരിക്കുന്ന ന്യൂറോണിന് നമ്മൾ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ എന്താണ് പറ്റുക? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂറോൺസിന്റെ എക്സൈറ്റബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് കടക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ന്യൂറോൺസ് ആർ കോൾഡ് എക്സൈറ്റബിൾ സെൽസ്? കാരണം അവർക്ക് എന്തുണ്ട്? നെർവ് ഇമ്പൾസസ് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോ നെർവ് ഇമ്പൾസ് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ സ്റ്റിമുലസ് അനുസരിച്ച് നെർവ് ഇമ്പൾസ് ഇസ് ഇനീഷ്യേറ്റഡ്. ഇനി നെർവ് ഇമ്പൾസ് ഇനീഷ്യേറ്റ് ചെയ്തു അപ്പോൺ ഗിവിംഗ് എ സ്റ്റിമുലൈ, ആൻഡ് എന്ത് പറ്റും? ഈ ഇമ്പൾസ് ട്രാൻസ്മിറ്റഡ് ആവും. ഏത് ഫോമില്? ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ സിഗ്നൽസിന്റെ ഫോമില്. ഇനി ന്യൂറോണൽ മെംബ്രെയിൻ എന്ത് ചെയ്യും? ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു ബിറ്റ്വീൻ ദ സൈറ്റോപ്ലാസം ആൻഡ് ദി സറൗണ്ടിങ് എക്സ്റ്റേണൽ മീഡിയം. ആൻഡ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ മെംബ്രെയിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് മെയിൻറ്റെയിൻഡ് ആവുന്നുണ്ട്? ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻഡ് ആവുന്നുണ്ട്. ആൻഡ് ഈ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ കാരണം ഓൾറെഡി എന്ത് പറ്റും? ഡിഫറെന്റ് അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കും ബിറ്റ്വീൻ അലോങ് ദി ന്യൂറോണൽ മെംബ്രെയിൻ. ആൻഡ് ഇത് ഓൾസോ ഹെൽപ്സ് ഇൻ ഇമ്പൾസ് കണ്ടക്ഷൻ. ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് അനുസരിച്ച്, മോഡുലേറ്ററിനെ അനുസരിച്ച് എന്ത് പറ്റും? ഈ ട്രാൻസ്ഫറും കണ്ടക്ഷനും എക്സൈറ്റബിലിറ്റിയും ഒക്കെ നമുക്ക് വേരി ചെയ്ത് നമുക്ക് വേണ്ടുന്ന രീതിയിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ കൺട്രോളബിൾ ആണ് അണ്ടർ ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂറോൺസിന് എക്സൈറ്റബിൾ സെൽസ് എന്ന് വിളിക്കുന്നത്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് മെംബ്രെയിൻ ഓഫ് ന്യൂറോൺ ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഈ ന്യൂറോണൽ മെംബ്രെയിൻ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, ആൻഡ് അത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഈ ന്യൂറോണൽ മെംബ്രെയിന്റെ അക്രോസ്
ഒരു സെലക്റ്റീവ്ലി പെർമിയബിൾ ആയതുകൊണ്ട് അയോൺസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നു. ഇങ്ങനെ അയോൺസിന്റെ ട്രാൻസ്ഫർ നടക്കുമ്പോൾ സ്റ്റിമുലസ് വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും, ഒരു നെർവ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഫൈനലി ഇമ്പൾസ് കണ്ടക്ഷൻ നടക്കുന്നു. അങ്ങനെ ബേസിക്കലി നെർവ് നമ്മുടെ മെസ്സേജസ് അല്ലെങ്കിൽ സിഗ്നൽസ് ആയിട്ട് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ സിഗ്നൽസിന്റെ ഫോമിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കി തരുന്നു. ഇനി 9th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വൈ എർത്ത് വർം ഇസ് കോൾഡ് ദി ഫ്രണ്ട് ഓഫ് ഫാമർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇതെന്താണ്, എർത്ത് വർമിനെ നമ്മൾ ഫ്രണ്ട് ഓഫ് ഫാമർ എന്ന് വിളിക്കാൻ ഒന്നാമത്തെ കാര്യം അവരെന്താണ്, അവരുടെ മൂവ്മെന്റ് ത്രൂ ദ സോയിൽ, അവര് സോയിലിലേക്ക് കൂടി മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെന്താ പറയാ, ബറോയിങ് എന്നാണ് പറയാ. അപ്പോ ആ ഒരു മൂവ്മെന്റ് കാരണം ചെറിയ 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 പോർസ് ഉണ്ടാവുന്നു ബിറ്റ്വീൻ ദി സോയിൽ പാർട്ടിക്കിൾസ്. അപ്പൊ ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള സോയിൽ പോലും ഈ എർത്ത് വർമിന്റെ മൂവ്മെന്റ് കാരണം ചെറുങ്ങനെ പോറസ് ആവുന്നു, എയറേറ്റഡ് ആവുന്നു. അങ്ങനെ പോറസ് ആകുമ്പോൾ എയറേഷൻ കൂടുന്നു, മേക്സ് ദി സോയിൽ പോറസ് ആൻഡ് ഹെൽപ്സ് ഇൻ എയറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഓൾസോ രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ എന്താണ്, നമ്മുടെ എർത്ത് വർമിന്റെ എക്സ്ക്രീറ്റ എങ്ങനെയായിരിക്കും, ഒരു ഫെർട്ടിലൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നു ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി. അപ്പൊ ഫാമിങ്ങിന് ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എർത്ത് വർമിനെ ഫ്രണ്ട് ഓഫ് ഫാമർ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഡീകമ്പോസിഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡീകമ്പോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെമ്പറാണ് ആര്, നമ്മുടെ എർത്ത് വർം. അപ്പോ എർത്ത് വർം ഇസ് കോൾഡ് ദി ഫ്രണ്ട് ഓഫ് ഫാമർ ബിക്കോസ് സോയിൽ ലൂസ് ആക്കുന്നു, അതായത് അതിന്റെ മൂവ്മെന്റ് വഴി സോയിൽ ലൂസും പോറസും ആക്കുന്നു ബൈ ബറോയിങ്. ആൻഡ് അത് കോസസ് എയറേഷൻ നടക്കുന്നു. ആൻഡ് പ്ലാന്റ്സിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, പ്ലാന്റ്സിന് അല്ലെങ്കിൽ ക്രോപ്സിന് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ കുറച്ചും കൂടി ഇൻക്രീസ്ഡ് ആവുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ റെസ്പിറേഷനും പെനിട്രേഷൻ ഓഫ് റൂട്ട്സിനും അവർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇനി ഇറ്റ് ഇസ് ഓൾസോ യൂസ് ഇൻ വേർമി കമ്പോസ്റ്റിംഗ്. കാരണം എന്താണ്, വേം കാസ്റ്റിങ്സ് അല്ലെങ്കിൽ അതിന്റെ എക്സ്ക്രീറ്റ മാന്യൂർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഈ എർത്ത് വർംസിന്റെ നൈട്രജനസ് വേസ്റ്റിന് വേറെ എന്തും കൂടി കാര്യമുണ്ട്, പ്ലാന്റ് ഫുഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിന്റെ വേണ്ട ഒപ്റ്റിമം കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് അസിഡിറ്റി കുറക്കുന്നു ആൻഡ് ആൽക്കലൈനിറ്റി കൂട്ടുന്നു. അങ്ങനെ എന്ത് പറ്റും, നമ്മുടെ പ്ലാന്റിന് ഗ്രോത്തിന് വേണ്ടിയുള്ള ഓപ്റ്റിമം കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്തരം റീസൺസ് കൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എർത്ത് വർമിനെ ഫ്രണ്ട് ഓഫ് ഫാമർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആൻസർ എന്തൊക്കെ വേണം, സോയിൽ ലൂസ് ആൻഡ് പോറസ് ബൈ ബറോയിങ് അല്ലെങ്കിൽ മൂവ്മെന്റ്, എയറേഷൻ വരണം, അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടറിന് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി റെസ്പയർ ചെയ്യാം, പെനിട്രേഷൻ ഓഫ് ഫ്രൂട്ട്സിനെ ഹെൽപ്പ് ചെയ്തു, ആൻഡ് വേർമി കമ്പോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു, മാന്യൂർ ആയതുകൊണ്ട് ഫെർട്ടിലിറ്റി കൂട്ടുന്നു. ആൻഡ് ഫൈനലി ഒപ്റ്റിമം കണ്ടീഷൻസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, അതായത് അസിഡിറ്റി കുറച്ച് ആൽക്കലൈനിറ്റി കൂട്ടുന്നു. ഇനി 10th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, ഹൗ ഡു യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡോർസൽ ആൻഡ് വെൻട്രൽ സർഫസ് ഓഫ് ബോഡി ഓഫ് എർത്ത് വർം. അപ്പൊ എർത്ത് വർമിന് നിങ്ങൾ ഡോർസൽ സർഫസ് ഏതാ വെൻട്രൽ സർഫസ് ഏതാണ് എങ്ങനെ മനസ്സിലാക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ്, ഡോർസൽ സർഫസിൽ നമുക്കൊരു ഡാർക്ക് മിഡ് ഡോർസൽ ലൈൻ കാണാൻ പറ്റും എർത്ത് വർമിന്റെ ബോഡിയിൽ. ഇനി ഈ ഡാർക്ക് മിഡ് ഡോർസൽ ലൈൻ ആര് കാരണമാണ്, നമ്മുടെ ഡോർസൽ ബ്ലഡ് വെസൽ അത് കുറച്ച് തിക്കാണ് ആൻഡ് ഡാർക്ക് ആണ്. അപ്പൊ നമുക്ക് ആക്ച്വലി മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അത് സിറ്റുവേറ്റഡ് അല്ലെങ്കിൽ ലൊക്കേറ്റഡ് എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സ് ഓഫ് ബോഡി എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ ഡോർസൽ ലൈനും കാണാൻ പറ്റും അലോങ് വിത്ത് സം ഡോർസൽ പോർസ്. അപ്പൊ ഈ ഡോർസൽ ലൈനും ഡോർസൽ പോർസ് ഉണ്ടെങ്കിൽ വി കൻ മേക്ക് ഔട്ട് ദാറ്റ് ഇത് ഡോർസൽ സർഫസ് ആണ്. ഇനി വെൻട്രൽ സർഫസിന് എങ്ങനെയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച എങ്ങനെയാണ്, ജെനൈറ്റൽ പോർസും ജെനൈറ്റൽ പാപ്പില്ലയും എർത്ത് വർമിന്റെ വെൻട്രൽ സർഫസിലാണ്. അപ്പൊ നമുക്ക് ഈ സാധനം വെച്ച് എന്ത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇത് വെൻട്രൽ സർഫസ് ആണെന്ന് കൂടി പറയാൻ പറ്റും. ഇനി 11th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കറക്റ്റ് ദി റോങ് സ്റ്റേറ്റ്മെന്റ്സ് അമംഗ് ദി ഫോളോയിങ്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എ വായിച്ചു നോക്കുകയാണെങ്കിൽ എ എന്താണ് വന്നിരിക്കുന്നത്, ഇൻ എർത്ത് വർം എ സിംഗിൾ മെയിൽ ജെനൈറ്റൽ പോർ ഇസ് പ്രസന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇതിലെന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, സിംഗിൾ മെയിൽ ജെനൈറ്റൽ പോർ അല്ല, പെയർ ഓഫ് ജെനൈറ്റൽ, പെയർ ആയിട്ടാണ് നമ്മുടെ മെയിൽ ജെനൈറ്റൽ പോർ കാണുന്നത്. ഇനി ഇത് ഏത് സെഗ്മെന്റിലാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. 18th സെഗ്മെന്റിലാണ് ഈ മെയിൽ ജെനൈറ്റൽ പോർ. ഇനി സെക്കൻഡ് ബി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് സീറ്റെ ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ ഓഫ് എർത്ത് വർം. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു സീറ്റെ എങ്ങനെയാണ് ഫസ്റ്റ് സെഗ്മെന്റും ലാസ്റ്റ് സെഗ്മെന്റും ക്ലൈറ്റെല്ലാർ സെഗ്മെന്റ്, അതായത് 14, 15, 16th സെഗ്മെന്റ് മാറ്റി വെച്ച് ബാക്കി എല്ലാ സെഗ്മെന്റ്സിലും എർത്ത് വർമിന്റെ ബോഡിയിൽ സീറ്റെ പ്രസന്റ് ആണ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ ഓഫ് എർത്ത് വർം. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സി നോക്കുകയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് മസ്കുലർ ലെയർ ഇൻ ദ ബോഡി വാൾ ഓഫ് എർത്ത് വർം ഇസ് മേഡ് അപ്പ് ഓഫ് ഓൺലി സർക്കുലർ മസിൽസ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താണ്, നമ്മൾ അനലിറ്റ്സ് പഠിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഈ ചാപ്റ്ററിലും പറഞ്ഞിരുന്നു എങ്ങനെ ഈ അനലിറ്റ്സിന്റെ ബോഡിയിൽ സർക്കുലർ മസിൽസും ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ഉണ്ട്. അപ്പോൾ ഇതിൽ തെറ്റെന്ന് പറഞ്ഞാൽ ഓൺലി എന്ന് പറഞ്ഞുകൊണ്ടാണ്. സർക്കുലർ മസിൽസും ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും നമ്മുടെ എന്തിലുണ്ട്, എർത്ത് വർമിന്റെ ബോഡിയിലുണ്ട്. എർത്ത് വർമിന്റെ എന്നല്ല, എല്ലാ അനലിറ്റ്സിന്റെ ബോഡിയിലും ലോഞ്ചിറ്റ്യൂഡിനലും സർക്കുലർ മസിൽസിന്റെയും രണ്ടും നമുക്ക് കാണാൻ പറ്റും. ഇനി ഡി പറഞ്ഞിരിക്കുന്നത് ടിഫ്ലോസോൾ ഇസ് ദ പാർട്ട് ഓഫ് ഇന്റസ്റ്റൈൻ ഓഫ് എർത്ത് വർം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ടിഫ്ലോസോള് ഇന്റസ്റ്റൈന്റെ പാർട്ട് തന്നെയാണ് എർത്ത് വർമിന്റെ. അപ്പോ എയും സിയും ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. പെയർ ഓഫ് മെയിൽ ജെനൈറ്റൽ പോർസ് ആണ് കാണാൻ പറ്റുക ആൻഡ് ഓൾസോ ഇൻ സെഗ്മെന്റ് 18. ഇനി മസ്കുലർ ലെയറിൽ സർക്കുലർ മസിൽസ് ഉണ്ട്, ഇന്നർ ലെയർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇനി 12th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വൈ നെഫ്രീഡിയ ആൻഡ് എർത്ത് വർം ദാറ്റ് ആർ ബേസിക്കലി സിമിലർ ഇൻ സ്ട്രക്ചർ ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെൻഷൻ ദ നെയിംസ് ഓഫ് ഈച്ച്. അപ്പോ ഈ ക്വസ്റ്റ്യൻ അറിയണമെങ്കിൽ ആദ്യം ബേസിക്കലി എന്തറിയണം, എന്താണ് നെഫ്രീഡിയ? നമ്മുടെ അനലിറ്റ്സിന്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ, എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എന്ത്, നെഫ്രീഡിയ. ആൻഡ് ഇവർ ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിൽ പോലും ഇത് എർത്ത് വർമിന്റെ ബോഡിയിൽ ഏത് ലൊക്കേഷനിലാണ് അല്ലെങ്കിൽ ഏത് സൈഡിലാണ് കാണുന്നതെന്നനുസരിച്ച് നമ്മൾ 3 ടൈപ്സ് പറയുന്നു. ആ 3 ടൈപ്സ് എന്താണ്? ഒന്ന് സെപ്റ്റൽ, 2 ഫെറിഞ്ചിയൽ ആൻഡ് 3rd ഇന്റഗ്യുമെന്ററി നെഫ്രീഡിയ. അപ്പോ സെപ്റ്റൽ നെഫ്രീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, നമ്മുടെ ഇന്റർ സെഗ്മെന്റൽ, അതായത് 2 സെഗ്മെന്റ്സിന്റെ ഇടയിലുള്ള സെപ്റ്റയിലാണ് നമ്മൾ എന്ത് കാണാൻ പറ്റുന്നത്, സെപ്റ്റൽ നെഫ്രീഡിയ. ആൻഡ് ഈ സെപ്റ്റൽ നെഫ്രീഡിയ 15th സെഗ്മെന്റ് തൊട്ടാണ് തുടങ്ങുന്നത് ആൻഡ് 15th സെഗ്മെന്റ് ടിൽ ദി എൻഡ് വരെ നമുക്ക് ഈ നെഫ്രീഡിയ കാണാൻ പറ്റും. അപ്പോ ഫ്രം 15th സെഗ്മെന്റ് ടു ദി ലാസ്റ്റ് സെഗ്മെന്റ് നമുക്ക് ഓരോ സെഗ്മെന്റിലും, അതായത് ഓരോ സെഗ്മെന്റ് ഇൻ ദ സെൻസ് ഇന്റർ സെഗ്മെന്ററി സെപ്റ്റ, അതായത് സെപ്റ്റൽ എന്ന് പറയുന്നത്, സെപ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 റൂം ജോയിൻ ചെയ്യുന്ന ഒരു വാൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സെപ്റ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2 സെഗ്മെന്റ്സിന്റെ ഇടയിലുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ സെപ്റ്റ എന്ന് വിളിക്കുന്നത്. ആ സെപ്റ്റയിൽ കാണുന്ന നെഫ്രീഡിയ ആയതുകൊണ്ട് സെപ്റ്റൽ നെഫ്രീഡിയ എന്ന് കാണും. ഇനി സെപ്റ്റൽ നെഫ്രീഡിയ അതിന്റെ എക്സ്ക്രീറ്ററി മാറ്റർ എങ്ങോട്ടേക്കാണ് ഡിസ്പോസ് ചെയ്യുന്നത്, ഇൻ ടു ദി ലൂമൻ ഓഫ് അലിമെന്ററി കനാൽ അല്ലെങ്കിൽ എന്ററോൺ. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, എന്ററോ നെഫ്രിക് നെഫ്രീഡിയ. അപ്പൊ സെപ്റ്റൽ നെഫ്രീഡിയ എന്താണ്, എവിടെയാണ് കാണുന്നത് ആൻഡ് അതിന്റെ എക്സ്ക്രീറ്ററി മാറ്റർ എങ്ങോട്ടാണ് പിന്നീട് പോകുന്നതെന്നും കൂടി അറിഞ്ഞിരിക്കുക. ഇനി സെപ്റ്റൽ നെഫ്രീഡിയ ഇസ് ഓൾസോ നോൺ ആസ് എന്ററോ നെഫ്രിക് നെഫ്രീഡിയ. ഇനി സെക്കൻഡ് നമുക്ക് കാണാൻ പോകുന്നത് എന്താണ്, ഫെറിഞ്ചിയൽ നെഫ്രീഡിയ. ഫെറിഞ്ചിയൽ നെഫ്രീഡിയ എങ്ങനെയാണ്, നമ്മുടെ 4th, 5th and 6th സെഗ്മെന്റ് ഓഫ് എർത്ത് വർമിലാണ് ഫെറിഞ്ചിയൽ നെഫ്രീഡിയ കാണാൻ പറ്റുക. ആൻഡ് 3 പെയർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻ 4th, 5th and 6th സെഗ്മെന്റ്സ്. ഇനി ഈ നെഫ്രീഡിയ, ഫെറിഞ്ചിയൽ നെഫ്രീഡിയന്റെ ഡക്ട് എങ്ങോട്ടേക്കാണ് ഓപ്പൺ ഔട്ട് ചെയ്യുന്നത്, ഇൻ ടു ദി ബക്കൽ ക്യാവിറ്റി. ആൻഡ് ഈ ബക്കൽ ക്യാവിറ്റിയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു ആൻഡ് 6th സെഗ്മെന്റിന്റെ ബക്കൽ ക്യാവിറ്റിയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു ആൻഡ് ബാക്കിയുള്ള 4th ഉം 5th ഉം സെഗ്മെന്റ്സിലുള്ളത് ഡയറക്ട്ലി ഫാരൻസിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ 4th സെഗ്മെന്റ് 4th ഉം 5th ഉം ചോദിച്ചാൽ ഫാരൻസ് പറയാം ആൻഡ് ബാക്കിയുള്ള 6th സെഗ്മെന്റ് ചോദിച്ചാൽ ബക്കൽ ക്യാവിറ്റി പറഞ്ഞോളൂ. ആൻഡ് ഇവര് എക്സ്ക്രീറ്ററി മാറ്റർ ഗട്ടിലേക്ക് ഇടും. അതുകൊണ്ട് ഇവരെയും നമ്മൾ എന്ത് തന്നെയാണ് വിളിക്കുന്നത്, എന്ററോ നെഫ്രിക് നെഫ്രീഡിയ.
ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഇന്റഗ്യുമെന്ററി നെഫ്രീഡിയ. ഇന്റഗ്യുമെന്ററി നെഫ്രീഡിയ എവിടെയാണ് കാണാൻ പറ്റുക? അതായത് ഇൻ ദ ബോഡി വാൾ. ബോഡി വാളിനെയാണ് നമ്മൾ ഇന്റഗ്യുമെന്റ് ഓഫ് എർത്ത് വർം എന്ന് വിളിക്കുന്നത്. ഇന്റഗ്യുമെന്റ് ഈക്വൽസ് ബോഡി വാൾ. അപ്പോൾ ബോഡി വാളിൽ കാണുന്നതായതുകൊണ്ട് ഇന്റഗ്യുമെന്ററി നെഫ്രീഡിയ എന്ന് വിളിക്കുന്നു. ഇനി അത് ഓരോ സെഗ്മെന്റിലുണ്ട് എക്സെപ്റ്റ് ആദ്യത്തെ രണ്ട് സെഗ്മെന്റ്സ്. ആദ്യത്തെ രണ്ട് സെഗ്മെന്റ്സ് വെച്ച് ബാക്കിയുള്ള ഇന്റഗ്യുമെന്ററി നെഫ്രീഡിയ കാണാൻ പറ്റും. ആൻഡ് 14th 15th 16th സെഗ്മെന്റ്സിൽ, അതായത് നമ്മുടെ ക്ലൈറ്റെല്ലാർ റീജിയനിൽ എന്താണ് നമ്മൾ പ്രത്യേകത കാണാൻ പറ്റുന്നത്? ബാക്കിയുള്ള സെഗ്മെന്റ്സിനെ കാട്ടിയും ഒരു 10 ടൈംസ് ഇൻ നമ്പർ അവരെങ്ങനെയാണ് ഇൻക്രീസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്ലൈറ്റെല്ലാർ റീജിയന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലൈറ്റെല്ലാർ സെഗ്മെന്റ്സിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ക്ലൈറ്റെല്ലാർ സെഗ്മെന്റ്സിൽ കാണുന്നതിന് ഫോറസ്റ്റ് ഓഫ് നെഫ്രീഡിയ, അതായത് കാട് പോലെ, അതായത് അത്രയും ഇൻക്രീസ്ഡ് എമൗണ്ടിൽ കാണുന്നു. ആൻഡ് അവരും കണ്ടന്റ്സ് എങ്ങോട്ടേക്ക് തന്നെയാണ് ഇടുന്നത്? അവർ ഡയറക്ട്ലി പുറത്തേക്ക് വിടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എക്ടോനെഫ്രിക് അല്ലെങ്കിൽ എക്സോനെഫ്രിക് എന്ന് വിളിക്കുന്നു. അപ്പൊ 3 നെഫ്രീഡിയ കണ്ടു. അതിൽ സെപ്റ്റലും ഫെറിഞ്ചലും ഗട്ടിലേക്ക് പോകുന്നുണ്ട്, നമ്മൾ എന്ററോനെഫ്രിക് എന്ന് വിളിച്ചു. ഇന്റഗ്യുമെന്ററി നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഡയറക്ട്ലി പുറത്തേക്ക് പുഷ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് എക്സോനെഫ്രിക് അല്ലെങ്കിൽ എക്ടോനെഫ്രിക് എന്ന് വിളിച്ചു. അപ്പൊ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആദ്യം അറിഞ്ഞിരിക്കുക. ലൊക്കേഷൻ അനുസരിച്ച് നമ്മൾ മൂന്ന് ടൈപ്പ് ആക്കി. ഫെറിഞ്ചിയൽ നമ്മൾ എവിടെയൊക്കെ കണ്ടു? 4th 5th 6th സെഗ്മെന്റ്സിൽ കണ്ടു. ഇനി ഈ 4th 5th ഫാരിൻസിലേക്കാണ് പുഷ് ചെയ്യുക. ആൻഡ് 6th എങ്ങോട്ടേക്കാണ്? ബക്കൽ ക്യാവിറ്റി ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഒരു ബഞ്ചായിട്ട് ഈ ഓപ്പണിംഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവര് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത്. ഇനി ഇന്റഗ്യുമെന്ററി നെഫ്രീഡിയ എന്താ? എക്സെപ്റ്റ് ഫസ്റ്റ് ടു സെഗ്മെന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത്? ഇന്റഗ്യുമെന്ററി നെഫ്രീഡിയ, അതായത് ബോഡി വാളിലെ നെഫ്രീഡിയ. ആൻഡ് 14th 15th 16th ആകുമ്പോഴത്തേക്ക് ഫോറസ്റ്റ് ഓഫ് ഇന്റഗ്യുമെന്ററി നെഫ്രീഡിയ എന്ന് കാണാൻ പറ്റും. കാരണം 10x ഇൻ നമ്പർ ആണ് നമ്മുടെ ഇന്റഗ്യുമെന്ററി നെഫ്രീഡിയ 14th 15th 16th സെഗ്മെന്റിൽ കാണുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഓർത്തു നോക്കാം, ഇന്റഗ്യുമെന്ററി മാത്രം എക്സോനെഫ്രിക് അല്ലെങ്കിൽ എക്ടോനെഫ്രിക് ആണ്, ബാക്കി രണ്ടും എന്ററോനെഫ്രിക് ആണ്. സെപ്റ്റലും ഇതും എന്ററോനെഫ്രിക് ആണെന്ന് ഓർത്തു നോക്കാം. ഇനി സെപ്റ്റലും കൂടി ജസ്റ്റ് ഒന്ന് എഴുതുക, ഫ്രം 15th ടു ലാസ്റ്റ്. ഈ ഡയഗ്രം നോക്കി നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? സെപ്റ്റൽ നെഫ്രീഡിയ സെപ്റ്റത്തില് രണ്ട് സെഗ്മെന്റ്സിന്റെ നടുക്കുള്ള പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 15th ടു ലാസ്റ്റ് വരെ നമുക്ക് ഈ സെപ്റ്റൽ നെഫ്രീഡിയ കാണാൻ പറ്റും. അത് എക്ടോനെഫ്രിക് അല്ല, എന്ററോനെഫ്രിക് ആണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഏത് ഫെറിഞ്ചൽ നെഫ്രീഡിയം ഇന്റഗ്യുമെന്ററി നെഫ്രീഡിയം ഗട്ടിലേക്ക് പുഷ് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇന്റഗ്യുമെന്ററി നെഫ്രീഡിയ എക്ടോനെഫ്രിക് എന്നും ഫെറിഞ്ചിയലും സെപ്റ്റലും നമ്മൾ എന്തെന്ന് വിളിക്കും? എന്ററോനെഫ്രിക് നെഫ്രീഡിയ എന്ന് വിളിച്ചു. അപ്പോ ഈ ക്വസ്റ്റ്യൻ ആൻസർ വൈ സിമിലർ ആയിട്ട് കൂടി ക്ലാസിഫൈഡ് ഇൻടു 3 ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ഇനി ജസ്റ്റ് നെയിം ആൻഡ് അവര് എവിടെയാണ് ലൊക്കേറ്റഡ് ആയിരിക്കുന്ന സെഗ്മെന്റ്സും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പൊ ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 13th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, common name of some animals are given in column A, write their scientific name in column B. അപ്പോ ടൈഗറിന്റെ സയന്റിഫിക് നെയിം എന്താണെന്ന് നമ്മൾ പഠിച്ചത്? പാന്തേര ടൈഗേഴ്സ്. ഇനി പീകോക്കിന്റെ നമ്മൾ എന്താണ് പഠിച്ചത്? പാവോ ക്രിസ്റ്റേറ്റസ്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗസ് ഫ്ലൈന്റെ നമ്മൾ എന്താണ് പഠിച്ചത്? മസ്ക ഡൊമസ്റ്റിക്ക. ജസ്റ്റ് അതിന്റെ സയന്റിഫിക് നെയിം എഴുതി കൊടുക്കുക. ഇനി 14th ക്വസ്റ്റ്യന്റെ കണക്കാണെങ്കിൽ ചോദിച്ചിരിക്കുന്ന കംപ്ലീറ്റ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻ കോക്രോച്ച് ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾ ആരാണ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഗ്രൈൻഡിങ് ഡൺ ബൈ G for G, അങ്ങനെ ആലോചിച്ച് നോക്കുക. ഗ്രൈൻഡിങ് ബൈ ഗിസേർഡ് എന്ന് പറഞ്ഞ ബോഡി പാർട്ടാണ് കോക്രോച്ചിന്റെ ഫുഡ് പാർട്ടിക്കിൾ ഗ്രൈൻഡ് ചെയ്യുന്നത്. ഇനി ബി ചോദിച്ചിരിക്കുന്ന മാൽപിജിയൻ ട്യൂബ്യൂൾസ് ഹെൽപ്പ് ഇൻ റിമൂവൽ ഓഫ് ഡാഷ്. നമുക്കറിയാം മാൽപിജിയൻ ട്യൂബ്യൂൾസ് ആർ കൺസേൺഡ് വിത്ത് എക്സ്ക്രീഷൻ. അപ്പോ എക്സ്ക്രീഷൻ ആണെങ്കിൽ നൈട്രോജനസ് എക്സ്ക്രീറ്ററി വേസ്റ്റ്.
നൈട്രോജനസ് എക്സ്ക്രീറ്ററി വേസ്റ്റിനാണ് മാൽപിജൻ ട്യൂബ്യൂൾസ് റിമൂവൽ ചെയ്യുന്നത്. ഇനി ഹൈൻ ഗട്ട് ഓഫ് കോക്രോച്ച് ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഹൈൻ ഗട്ട് ഓഫ് കോക്രോച്ച്? നമ്മുടെ ബോഡി കാണുന്ന പോലെ തന്നെയാണ് ഓൾമോസ്റ്റ്. ഇലിയം, കോളൻ ആൻഡ് റെക്ടം. ഇങ്ങനെയാണ് അതിന്റെ ഡിഫറൻസിയേഷൻ ഓഫ് ഹൈൻ ഗട്ട് ഓഫ് കോക്രോച്ച്. ഇനി കോക്രോച്ചിൽ ബ്ലഡ് വെസൽസ് എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലഡ് വെസൽസ് ഓപ്പൺ ഇൻ ടു ക്യാവിറ്റി എന്നാണ് നമ്മൾ പറയുക. ക്യാവിറ്റി അല്ലെങ്കിൽ സ്പേസസ്. ആ ബ്ലഡ് ഫിൽഡ് സ്പേസസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹീമോസീൽ. അപ്പോ ഓപ്ഷൻ എയുടെ ആൻസർ എന്താണ്? ഗിസേർഡ് ഫോർ ഗ്രൈൻഡിങ് ഇൻ കോക്രോച്ച്. ഇനി നമ്മുടെ മാൽപിജൻ ട്യൂബ്യൂൾസ് എന്ത് റിമൂവ് ചെയ്യും? മെറ്റബോളിക് വേസ്റ്റ്, അതായത് നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്ട്സ് ലൈക്ക് പൊട്ടാഷ്യം, സോഡിയം, യൂറേറ്റ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെയുള്ള എല്ലാ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസും എക്സ്ക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഐലിയം, കോളൻ, റെക്ടം ആൻഡ് ഏനസ് എന്ത്? ഹൈൻ ഗട്ടിന്റെ ഡിഫറൻസിയേഷൻ. ഇനി കോക്രോച്ചിൽ ബ്ലഡ് വെസൽസ് ഹീമോസീൽ അല്ലെങ്കിൽ ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ സ്പേസ് വിച്ച് ഇസ് ഫിൽഡ് വിത്ത് ബ്ലഡ്, അങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി 15th ക്വസ്റ്റ്യൻ, മെൻഷൻ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഐ ഇൻ കോക്രോച്ച്. കോക്രോച്ചിലെ ഐസിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കോക്രോച്ചിന്റെ ഐസ് കണ്ടപ്പോ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? അവർക്ക് ദേ ഹാവ് കമ്പൗണ്ട് ഐസ്. ഇനി ഈ കമ്പൗണ്ട് ഐസിൽ അവർക്ക് എങ്ങനെയാണ്? ചെറിയ ചെറിയ വിഷ്വൽ യൂണിറ്റ്സ് ഉണ്ട്. ആൻഡ് ഈ ഓരോ വിഷ്വൽ യൂണിറ്റിനെയും നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? നമ്മൾ ഒമാറ്റിഡിയ എന്ന് വിളിക്കുന്നു. ആൻഡ് അവന്റെ ഐസിന് എങ്ങനെയാണ്? അവന്റെ ഐസിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഈ ക്വസ്റ്റ്യൻ പലതവണ മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ? ദേ ഹാവ് ലോവർ റെസൊല്യൂഷൻ, ഹയർ സെൻസിറ്റിവിറ്റി. റെസൊല്യൂഷൻ എങ്ങനെയാണ് ഐസിന്റെ? ആൻഡ് സെൻസിറ്റിവിറ്റി എങ്ങനെയാണ്? അപ്പോ എങ്ങനെയാണ്? റെസൊല്യൂഷൻ ലോവർ ആൻഡ് സെൻസിറ്റിവിറ്റി ഹയർ. ഇത് അറിഞ്ഞിരിക്കണം. അപ്പോ ഒമാറ്റിഡിയനെ പറ്റി പറഞ്ഞു, റെസൊല്യൂഷൻ, സെൻസിറ്റിവിറ്റി എങ്ങനെയാന്ന് പറഞ്ഞു. ഇനി സൊല്യൂഷനിലേക്ക് കടക്കുകയാണെങ്കിൽ അവർക്ക് 1 പെയർ, അതായത് 2 എണ്ണം, 2 കമ്പൗണ്ട് ഐസ് ഉണ്ട്. അത് എവിടെയാണ്? നമ്മുടെ ഹെഡിന്റെ ഡോർസൽ സർഫസിൽ കാണാൻ പറ്റും. ആൻഡ് ഓരോ ഐസിലും അബൌട്ട് 2000 ചെറിയ വിഷ്വൽ യൂണിറ്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഹെക്സഗണൽ ഷേപ്പ് ആണ്. അതിനെ നമ്മൾ ഒമാറ്റിഡിയ എന്ന് വിളിക്കുന്നു, ഈ വിഷ്വൽ യൂണിറ്റ്സിന്. ആൻഡ് ഒരു ഒബ്ജക്റ്റിന്റെ സെവറൽ ഇമേജസ് ആണ് കോക്രോച്ചിന്റെ ഉള്ളിൽ ഉണ്ടായി വരുന്നത്. അതായത് അവർ റിസീവ് ചെയ്യുന്നത് സെവറൽ ഇമേജസ് ആണ്. ആൻഡ് ഈ വിഷനെ നമ്മൾ വിളിക്കും മൊസൈക്ക് വിഷൻ. അതായത് ഒരൊറ്റ ഒബ്ജക്റ്റിനെ തന്നെ ഓരോ വിഷ്വൽ യൂണിറ്റ്സും റിസീവ് ചെയ്ത് അവരെങ്ങനെയാണ് അവർ പ്രൊജക്ട് ചെയ്യുന്നത് ആസ് സെവറൽ ഇമേജസ്. ഇനി ഓരോ ഒമാറ്റിഡിയം എന്താണ് ചെയ്യുന്നത്? ദേ സീ ഓൺലി സ്മോൾ പാർട്ട് ഓഫ് ഒബ്ജക്ട്. അതായത് ദ ഹോൾ ഐയില് 2000 ഹെക്സഗണൽ യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ഓരോ യൂണിറ്റും ചെറിയ 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 പാർട്ട് മാത്രമേ കാണുന്നുള്ളൂ. ആൻഡ് അവർ അതൊക്കെ കമ്പൈൻ ചെയ്ത് ദേ പുട്ട് ടുഗെദർ ദം ടു മേക്ക് അപ്പ് ഹോൾ പിക്ചർ. ആൻഡ് ഈ ഹോൾ പിക്ചർ എങ്ങനെയായിരിക്കും? ലോവർ റെസൊല്യൂഷൻ ആൻഡ് ഹയർ സെൻസിറ്റിവിറ്റി. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമ്മുടെ കോക്രോച്ചിന്റെ ഐസിനെ പറ്റി അറിഞ്ഞിരിക്കാം. ഇനി 16th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഫ്രോഗ് ഇസ് എ പോയിക്കിലോതേർം എക്സിബിറ്റിംഗ് camouflage and undergoes estivation and hibernation. How are all this beneficial to it? നമുക്കറിയാം ഫ്രോഗ് എങ്ങനെയാണ്? കോൾഡ് ബ്ലഡഡ് ആണ്, അല്ലെങ്കിൽ പോയിക്കിലോതേം ആണ്. അതായത് പുറത്തുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് അനുസരിച്ച് ബോഡി ടെമ്പറേച്ചറും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇനി അവർ കാമഫ്ലാജ് കാണിക്കുന്നുണ്ട്. ആൻഡ് ദേ അണ്ടർഗോ ഈസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ. ഇനി ഇതിന്റെ ഒക്കെ ബെനിഫിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഹൈബർനേഷനും ഈസ്റ്റിവേഷനും ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രോഗിന് എങ്ങനെയാ പറ്റുക? ദേ ആർ ഏബിൾ ടു കൺസേർവ് ദെയർ എനർജി. അതായത് സ്റ്റോർഡ് എനർജി ഓൾറെഡി അവരുടെ ബോഡിയിൽ ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള എനർജി അവർ യൂസ് ചെയ്യുന്നു. ആൻഡ് അങ്ങനെ അവർ എനർജി കൺസേർവ് ചെയ്യുന്നു. ആൻഡ് അവർ ഒന്നും കൂടി ചെയ്യുന്നുണ്ട്. എങ്ങനെ? നമ്മുടെ ഹാർഷ് എൻവയൺമെന്റൽ ടെമ്പറേച്ചർ, അതായത് നമുക്കറിയാം പോയിക്കിലോതേം ആയതുകൊണ്ട് പുറത്തുള്ള ഹാർഷ് ടെമ്പറേച്ചർ
ബോഡീൻ്റെ ഉള്ളിലും റിഫ്ലക്ട് ചെയ്യും. കാരണം ബോഡി ടെമ്പറേച്ചറും അതിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അത് ഓവർകം ചെയ്യാനുള്ള ഹെൽപ്പ് ആര് ചെയ്യുന്നു? ഈ ഹൈബർനേഷൻ ആൻഡ് ഈസ്റ്റിവേഷൻ ചെയ്യുന്നു. അതായത് ഒരു ടെമ്പററി രീതിയിലുള്ള ഒരു സ്ലീപ്പ് അവർ ചെയ്യുന്നു. അതിനെയാണ് ഹൈബർനേഷൻ ആൻഡ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അവര് സ്റ്റോർഡ് എനർജി ആ സമയം യൂസ് ചെയ്യും. ആൻഡ് ഈ ഹാർഷ് എൻവയൺമെന്റൽ കണ്ടീഷൻ പാസ് ചെയ്യുമ്പോൾ അവര് പതുക്കെ എമേർജ് ചെയ്യും, അതായത് ഇതിൽ നിന്ന് എണീറ്റ് വരും. ആൻഡ് ക്യാമോഫ്ലാജ് എങ്ങനെയാണ് നമുക്കറിയാം, അത് ഫ്രോഗിന് അതിന്റെ പ്രെഡേറ്ററിന് ഹെൽപ്പ് ചെയ്യും. കാരണം അതിന്റെ സറൗണ്ടിങ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് അവിടെ ഫ്രോഗ് ഉണ്ട് എന്നുള്ള ഐഡന്റിഫൈ അല്ലെങ്കിൽ മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് ക്യാമോഫ്ലാജ് ഹെൽപ്സ് ഇൻ പ്രൊട്ടക്ഷൻ. ആൻഡ് അതിന്റെ പ്രെഡേറ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനോടൊപ്പം അത് അതിന്റെ പ്രേനെ പിടിക്കാൻ കൂടി ഈ ക്യാമോഫ്ലാജ് ഹെൽപ്പ് ചെയ്യും. ക്യാച്ചിങ് ദ പ്രേ. ഇനി സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫ്രോഗ്സ് പൊയ്ക്കിലോത്തം, അതായത് കോൾഡ് ബ്ലഡഡ്. കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ആൻഡ് പുറത്തുള്ള എൻവയൺമെന്റിന് ടെമ്പറേച്ചർ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് അവരുടെ ബോഡിയിലും ആ ടെമ്പറേച്ചർ ചേഞ്ചസ് റിഫ്ലക്റ്റഡ് ആവുന്നു. ഇനി കോൾഡ് ബ്ലഡഡ് ആയതുകൊണ്ട് അവർക്ക് എക്സ്ട്രീം വെതർ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റില്ല, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് പറ്റും? അപ്പോ അത് സ്വയം അതിനെ ബറി ചെയ്യും ഡീപ്പ് ഇൻസൈഡ് ദി മഡ് ഡ്യൂറിങ് വിന്റേഴ്സ് ആൻഡ് സമ്മേഴ്സ്. ഇനി ഈ വിന്ററിന്റെ സ്ലീപ്പിനെ നമ്മൾ വിളിച്ചു ഹൈബർനേഷൻ, ആൻഡ് സമ്മർ സ്ലീപ്പിനെ നമ്മൾ എന്ത് വിളിച്ചു? ഈസ്റ്റിവേഷൻ. ഇത് മാർക്സ് ദി ഫോളോയിങ്ങിൽ ചോദിക്കാം. ഈസ്റ്റിവേഷൻ ആണ് സമ്മർ സ്ലീപ്പ്, ഹൈബർനേഷൻ വിന്റർ സ്ലീപ്പ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ സമയത്ത് അവര് ജസ്റ്റ് സ്ലീപ്പ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ലിറ്റിൽ ആക്ടിവിറ്റീസ് ആണ്. ആൻഡ് അവർക്ക് വേണ്ട എനർജിയും അത്രയും കുറവ് തന്നെയായിരിക്കും. അപ്പൊ ഒരു എനർജി പ്രിസർവിങ് മോഡിലേക്ക് അവർ എൻറ്റർ ചെയ്യുന്നു. ആൻഡ് അവരുടെ ബാക്കിയുള്ള ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള സർവൈവലിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് നടത്താനുള്ള എനർജി എന്തിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യും? അവരുടെ ബോഡിയിൽ ഓൾറെഡി പ്രസന്റ് ആയ ഫാറ്റ് ബോഡീസോ സ്റ്റോർഡ് ഗ്ലൈക്കോജൻ ഇൻ ലിവറോ ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള ഗ്ലൈക്കോജനോ മറ്റോ അവർ ഒബ്റ്റെയിൻ ചെയ്ത് അപ്പോൾ സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള എനർജി യൂട്ടിലൈസ് ചെയ്യുന്നു. ഇനി കാമോഫ്ലാജ് എന്താണ്? എബിലിറ്റി ടു ചേഞ്ച് ബോഡി കളർ വിത്ത് ചേഞ്ച് ഇൻ സറൗണ്ടിങ്സ്. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ബ്ലെൻഡ് ഇൻ ടു ദെയർ സറൗണ്ടിങ്സ്. അതുകൊണ്ട് അതിന് സ്വയം എസ്കേപ്പ് ചെയ്യാൻ പറ്റും ഫ്രം പ്രെഡേറ്റേഴ്സ് ആൻഡ് ഓൾസോ ടു അറ്റാക്ക് അല്ലെങ്കിൽ ക്യാച്ച് ഇറ്റ്സ് പ്രേ. അപ്പൊ ഇത്രയാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 17th ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദി ഫങ്ഷൻസ് ഇൻ ബ്രീഫ് ഇൻ കോളം ബി അപ്രോപ്രിയേറ്റ് ടു ദി സ്ട്രക്ചേഴ്സ് ഗിവൺ ഇൻ കോളം എ. അപ്പോ കോളം എയിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താ? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. എന്താണ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ? നമുക്കറിയാം നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫ്രോക്സിലാണ് കാണാന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. ഇനി ഫ്രോക്സിൽ ഇത് എന്താണ്? ഇറ്റ് ഇസ് നോൺ ആസ് തേർഡ് ഐലിഡ്. ആൻഡ് ഈ തേർഡ് ഐലിഡ് എന്ന് പറയുന്ന നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിന്റെ ഗുണം എന്താണ്? നമ്മുടെ ഈ വാട്ടറിലും ലാൻഡ് എൻവയൺമെന്റിലും നമ്മുടെ ഈ തേർഡ് ഐലിഡ് പ്രൊട്ടക്ട്സ് ദി ഫ്രോഗ്. അപ്പൊ അതിന്റെ ആൻസർ എന്താ? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ പ്രൊട്ടക്ട് ദി ഐസ് വൈൽ ദ ഫ്രോഗ് ഇസ് ഇൻ വാട്ടർ. അപ്പൊ വാട്ടറിലുള്ള സമയത്ത് ഈ തേർഡ് ഐലിഡ് അല്ലെങ്കിൽ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ നമ്മുടെ ഫ്രോഗിന് ഐസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി ബി ചോദിച്ചിരിക്കുന്നത് എന്താ? ടിംപാനം എന്താണ്? സൗണ്ട് സിഗ്നൽ റിസീവ് ചെയ്യാനുള്ള എക്സ്റ്റേണൽ, അതായത് നമ്മുടെ ഇയറിനുള്ള ഒരു ചെറിയ ഓപ്പണിംഗ് നമ്മൾ ഫ്രോക്സിൽ കാണുന്നു. ആൻഡ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ടിംപാനം. അതായത് ഫ്രോക്സിന്റെ ഐസിന്റെ തൊട്ട് ബാക്കിൽ നമുക്കൊരു സ്ട്രക്ചർ കാണാൻ പറ്റും, ഒരു ചെറിയ ഓപ്പണിംഗ്. ആൻഡ് ഈ ഓപ്പണിംഗ് എങ്ങനെയാണ്? നമ്മുടെ സൗണ്ട് വേവ്സ് പുറത്തുനിന്ന് അക്സെപ്റ്റ് ചെയ്ത് അത് ഇന്നർ ഇയറിലേക്ക്, ഫ്രോക്സിന്റെ ഇന്നർ ഇയറിലേക്ക് കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ ടിംപാനം ബേസിക്കലി ഒരു എക്സ്റ്റേണൽ ഇയർ പോലെ ആക്ട് ചെയ്യുന്നു, ഹെൻസ് റിസീവിങ് സൗണ്ട് സിഗ്നൽസ്. ഇനി
തേർഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോപ്പിലേറ്ററി പാഡ്. അപ്പൊ ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ മെയിൽ ഫ്രോക്സിന് മാത്രം 4 ലിംബില് മേലത്തെ 2 ലിംബില് ഏറ്റവും ഫസ്റ്റ് ഫിംഗറിൽ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ആൻഡ് അവർ എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്? കോപ്പിലേറ്ററി പാഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? മേറ്റിംഗ് അല്ലെങ്കിൽ കോപ്പുലേഷന്റെ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഫീമെയിൽ ഫ്രോഗിനെ ടൈറ്റ്ലി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഫംഗ്ഷൻ നടക്കുന്നത്. ഹെൽപ്സ് ദ മെയിൽ ഇൻ ഗ്രാസ്പിംഗ് ദ ഫീമെയിൽ ആൻഡ് ടൈറ്റ്ലി ഹോൾഡിംഗ് ദം ഡ്യൂറിങ് മേറ്റിംഗ് അല്ലെങ്കിൽ ആംപ്ലിക്സസ് എന്ന് പറയാൻ പറ്റും. ഇനി 18th ക്വസ്റ്റ്യൻ, റൈറ്റ് ദി അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഇൻ കോളം ബി അക്കോർഡിംഗ് ടു ദി ഫംഗ്ഷൻസ് മെൻഷൻഡ് ഇൻ കോളം എ. അപ്പോ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഇന്നലെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് പഠിച്ചപ്പോൾ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ കൺസേൺ ചെയ്ത് നമ്മൾ പഠിച്ചതാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഇനി പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ട് ആരാണ്? നമുക്കറിയാം സ്കിന്നിലാണ് പ്രൊട്ടക്റ്റീവ് കവറിംഗ്. ആൻഡ് ഈ പ്രൊട്ടക്റ്റിംഗ് കവർ ഇസ് ഫോംഡ് ബൈ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. ഇനി ലിങ്കിങ് ആൻഡ് സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് കൊടുക്കുന്ന ആരാണ്? ഇന്ന് ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ലിങ്കിങ്ങും ബൈൻഡിങ്ങും എല്ലാം കൺസേൺ ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ക്യൂബോയിഡൽ എപ്പിത്തീലിയം, പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഫോം ചെയ്യുന്നത് സ്കിന്നിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പ്രൊട്ടക്ഷൻ ആൻഡ് ഇതിന് അബ്രേഷനും ബാക്കിയുള്ള സ്കിൻ ഷെഡിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആൻഡ് ലിങ്കിങ് ആൻഡ് സപ്പോർട്ടീവ് ഫ്രെയിംവർക്ക് ബൈ കണക്റ്റീവ് ടിഷ്യൂ. സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്, സിമ്പിൾ എപ്പിത്തീലിയം അല്ല. ഇനി പ്രൊട്ടക്റ്റീവ് കവറിംഗ് കമ്പൗണ്ട് എപ്പിത്തീലിയം അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയാൻ പറ്റും. ഇനി ലിങ്കിങ് ആൻഡ് സപ്പോർട്ടിംഗ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. ഇനി 19th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യൂസിങ് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫാൾസ് ആൻഡ് ട്രൂ ബോഡി സെഗ്മെന്റേഷൻ. ഇനി ഫാൾസ് സെഗ്മെന്റേഷൻ നമ്മൾ ഒരു പേരും കൊണ്ട് വിളിക്കുന്നത് എങ്ങനെ? സ്യൂഡോ സെഗ്മെന്റേഷൻ. ഇനി ഈ ഫാൾസ് സെഗ്മെന്റേഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഹോൾ ബോഡി സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് എക്സ്റ്റേർണലി സെഗ്മെന്റേഷൻ പ്രസന്റ് ആണ്, പക്ഷെ അത് ഇന്റേർണലി ആബ്സെന്റ് ആണ്. അപ്പോ എക്സ്റ്റേർണലി പ്രസന്റ് ആണ്, ഇന്റേർണൽ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ അത് ആബ്സെന്റ് ആണ്. ജസ്റ്റ് സെഗ്മെന്റേഷൻ ഓഫ് എക്ടോഡേം നമുക്ക് പറയാൻ പറ്റും. ഔട്ടർ ലെയറിൽ മാത്രം ജസ്റ്റ് ഒരു സെഗ്മെന്റേഷൻ കാണുമ്പോൾ ഫാൾസ് അല്ലെങ്കിൽ സ്യൂഡോ ബോഡി സെഗ്മെന്റേഷൻ എന്ന് വിളിച്ചു. എക്സാമ്പിൾ ടേപ്പ് വേം. ടേപ്പ് വേമിൽ എങ്ങനെയാണ്? സ്യൂഡോ സെഗ്മെന്റേഷൻ ആണ് കാണുന്നത്. ഇനി ട്രൂ സെഗ്മെന്റേഷൻ എങ്ങനെയാണ്? അതായത് ബോഡി പാർട്ട് എങ്ങനെ കംപ്ലീറ്റ്ലി സെഗ്മെന്റഡ് ആണ്, അതായത് എക്സ്റ്റേർണലി കാണാൻ പറ്റും. ഇവിടെ തെറ്റി എഴുതുക, എക്സ്റ്റേർണലി കാണാം പക്ഷെ ഇന്റേർണലി കാണാൻ പറ്റില്ല. എക്സ്റ്റേർണലി കാണാൻ പറ്റും, ഇന്റേർണലി കാണാൻ പറ്റും. ആൻഡ് ദ കംപ്ലീറ്റ് ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു സെഗ്മെന്റ്സ് with a serial repetition of body parts. ഇനി എക്സാമ്പിൾ എങ്ങനെയാണ്? അനലിറ്റ്സ് ലൈക്ക് എർത്ത് വേം. എർത്ത് വേമിൽ നമ്മൾ ട്രൂ സെഗ്മെന്റേഷൻ കാണുന്നു. അപ്പോൾ ഫാൾ സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ സ്യൂഡോ സെഗ്മെന്റേഷൻ വേഴ്സസ് ട്രൂ ബോഡി സെഗ്മെന്റേഷന്റെ ഡിഫറൻസസ് അറിഞ്ഞിരിക്കുക. ആൻഡ് വിത്ത് എൻ എക്സാമ്പിൾ. ഇനി സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ സെഗ്മെന്റേഷൻ എന്താണ്? നമ്മുടെ ബോഡീനെ ഡിസ്റ്റിങ്ക്ട് സെഗ്മെന്റ്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ ട്രൂ സെഗ്മെന്റേഷൻ നമ്മൾ മെറ്റാമറിക് സെഗ്മെന്റേഷൻ എന്ന് കൂടി വിളിച്ചു. ആൻഡ് ബോഡീനെ എക്സ്റ്റേർണലിയും ഇന്റേർണലിയും ഡിവൈഡ് ചെയ്തു ഇൻടു മെറ്റാമിയേഴ്സ് അല്ലെങ്കിൽ സെഗ്മെന്റ്സ്. എക്സാമ്പിൾ എർത്ത് വേം. ഇനി ഫാൾ സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ സ്യൂഡോ മെറ്റാമറിസത്തിൽ നമ്മൾ എങ്ങനെയാണ്? എക്സ്റ്റേർണലി മാത്രം ഡിവൈഡ് ചെയ്യുന്നു, പക്ഷെ ഇന്റേർണലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല.
ഇന്റേർണലി ആ സെഗ്മെന്റേഷൻ ആബ്സെന്റ് ആയിരിക്കും. ആൻഡ് ഇത് നമ്മൾ കാണുന്ന എവിടെയാണ്? ടേപ്പ് വർംസ്. പിന്നെ ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? അതായത് ഇന്റേർണൽ അല്ലെങ്കിൽ ട്രൂ സെഗ്മെന്റേഷനിൽ എങ്ങനെയാണ് ബോഡി സെഗ്മെന്റ്, ഈ ട്രൂ ബോഡി സെഗ്മെന്റേഷനിൽ സെഗ്മെന്റ്സ് ആർ നോട്ട് ഓഫ് എംബ്രിയോണിക് ഒറിജിൻ, അതായത് എംബ്രിയോ തൊട്ട് ഒറിജിനേറ്റ് ചെയ്തു വരുന്നതല്ല, പിന്നീട് കണ്ടുവന്നതാണ് നമ്മുടെ ട്രൂ സെഗ്മെന്റേഷൻ. ഇനി 20th ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് സ്പെഷ്യൽ അബൌട്ട് ടിഷ്യൂ പ്രസന്റ് ഇൻ ഹാർട്ട്? ഹാർട്ടിലെ ടിഷ്യൂവിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്താണ്? ഹാർട്ടിലെ ടിഷ്യൂനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? കാർഡിയാക് മസിൽ ടിഷ്യൂ. ഇവരെങ്ങനെയാണ്? ഒരു വളരെയധികം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്, അതായത് എക്സ്ട്രീംലി സ്പെഷ്യലൈസ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സ്ട്രീംലി സ്പെഷ്യലൈസ്ഡ് ആണ് ആൻഡ് ഇറ്റ് ഇസ് ഓൺലി ഫൗണ്ട് ഇൻ ഹാർട്ട്. അവര് എങ്ങനെയാണ്? ഇൻവോളണ്ടറി ആണ് ആൻഡ് ദേ നെവർ ഗെറ്റ് ഫറ്റീഗ്ഡ്. ഒരിക്കലും ഫറ്റീഗ്ഡ് ആവില്ല, ലൈക്ക് വോളണ്ടറി മസിൽസ് അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽസ്. ആൻഡ് അവരെങ്ങനെയാണ്? ഇൻവോളണ്ടറി ആണ്. ആൻഡ് ഇതിന്റെ സ്ട്രക്ചറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇന്റർകലേഷൻ ഡിസ്ക് കാണാൻ പറ്റും. അത് കാർഡിയാക് മസിൽ ടിഷ്യൂന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. എന്ത്? ഈ ഇന്റർകലേഷൻ ഡിസ്ക്. ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോ എന്ത് ഡിഫറൻസിയേഷൻ നടത്തിയിരുന്നു? 3 മസിൽ ഫൈബേഴ്സ് തമ്മിൽ ഡിഫറൻസസ് പറഞ്ഞിരുന്നു. ഇതില് കാർഡിയാക് മസിൽസിന് എന്തൊക്കെ പറഞ്ഞിരുന്നു? ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉണ്ട്, സിലിണ്ടറിക്കൽ ആണ്, ഫെയിന്റ് സ്ട്രയേഷൻസ് കാണാൻ പറ്റും, അവരുടെ ന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്താണ്? യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്, ആൻഡ് ദേ ആർ ഇൻവോളണ്ടറി ആൻഡ് നെവർ ഗെറ്റ് ഫറ്റീഗ്ഡ്. ഈ ബാക്കിയുള്ള രണ്ടെണ്ണത്തിനായിട്ടുള്ള കമ്പാരിസൺ പഠിച്ചു വെച്ചോളാം. കാർഡിയാക് മസിൽസും സ്ട്രയേറ്റഡും അൺസ്ട്രയേറ്റഡും തമ്മിൽ സിമിലാരിറ്റീസും ഡിഫറൻസും അറിഞ്ഞിരിക്കാം. അതിന്റെ ഷേപ്പിലായാലും ന്യൂക്ലിയസിന്റെ പ്രസൻസിലായാലും ഇൻവോളണ്ടറി ആണോ വോളണ്ടറി ആണോ എന്നുള്ളതായാലും അവരുടെ ഫറ്റീഗ് ആവുന്ന റേറ്റ് എങ്ങനെയാന്നുള്ള രീതിയൊക്കെ അറിഞ്ഞിരിക്കാം. അപ്പൊ എങ്ങനെയാ? ഹാർട്ടില് നമുക്ക് കാർഡിയാക് മസിൽ ടിഷ്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റും. അവരെങ്ങനെയാണ്? സിലിണ്ടറിക്കലാണ്, ബ്രാഞ്ച്ഡ് ആണ്, യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്, അതായത് റൗണ്ട് സെന്ററിൽ ഒരു സിംഗിൾ ന്യൂക്ലിയസേ കാണാൻ പറ്റുള്ളൂ. ആൻഡ് അവർക്ക് ഫെയിന്റ് ആയിട്ടുള്ള സ്ട്രയേഷൻസ് കാണാൻ പറ്റും, അതായത് ട്രാൻസ്വേഴ്സ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ഓൾട്ടർനേറ്റിംഗ് വിത്ത് ഈച്ച് അതർ. ഒരു ലൈറ്റ് ഒരു ഡാർക്ക്, അങ്ങനെ ഫെയിന്റ് ആയിട്ടുള്ള സ്ട്രയേഷൻസ് കാണാൻ പറ്റും. ആൻഡ് ദേ ഓൾസോ ഹാവ് ഇന്റർകലേറ്റഡ് ഡിസ്ക്, അതായത് രണ്ട് അഡ്ജസന്റ് ഫൈബേഴ്സിന് നടുക്ക് ഇന്റർകലേറ്റഡ് ഡിസ്ക് കാണാൻ പറ്റും. ആൻഡ് ഇതെന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഒരു വേവ് ഓഫ് കോൺട്രാക്ഷൻ ഒരു മസിൽ ഫൈബർ ഉണ്ടാക്കിയാൽ ആ മസിൽ ഫൈബറിൽ നിന്ന് അടുത്ത മസിൽ ഫൈബറിലേക്ക് ഈ കോൺട്രാക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ആരെ ഹെൽപ്പ് ചെയ്യുന്നു? ഈ ഇന്റർകലേറ്റഡ് ഡിസ്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അവര് ഇൻവോളണ്ടറി ആണ് ആൻഡ് നെവർ ഗെറ്റ് ഫറ്റീഗ്ഡ്. ഇത്രയാണ് ഹാർട്ടിലെ കാർഡിയാക് മസിൽ ടിഷ്യൂസിന്റെ സ്പെഷ്യാലിറ്റീസ്. ഇനി classify and describe epithelial tissue based on structural modifications of cells. അപ്പൊ സെൽസിന്റെ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പിത്തീലിയത്തിനെ നമുക്ക് എന്താക്കാം? ഫസ്റ്റ് രണ്ടെണ്ണാക്കാം. ഒന്ന് സിമ്പിൾ എപ്പിത്തീലിയം, രണ്ടാമത്തത് കമ്പൗണ്ട് എപ്പിത്തീലിയം. കമ്പൗണ്ടിനെ നമ്മൾ ഒന്നുകൂടി വിളിക്കും സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. ഇനി സിമ്പിൾ എപ്പിത്തീലിയത്തിന്റെ ഈ ഡിവിഷന്റെ ബേസിസ് എന്താണ്? നമ്പർ ഓഫ് ലെയേഴ്സ് വെച്ചാണ്. അതായത് സിംഗിൾ ലെയർ ആണെങ്കിൽ സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയാം. ഇനി 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലെയേഴ്സ് ആണെങ്കിൽ കമ്പൗണ്ട് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയാം. ഇനി ഈ സിമ്പിൾ എപ്പിത്തീലിയം ഇസ് അഗെയിൻ ഡിവൈഡഡ്
ആ ഡിവിഷൻ എങ്ങനെയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളുംനാർ എപ്പിത്തീലിയം. ഈ സ്ക്വാമസും ക്യൂബോയിഡലും കോളുംനാറും ഇന്നലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എങ്ങനെ? സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം എക്സ്ട്രീംലി തിന്നും ഫ്ലാറ്റും ആണ്, ഡെലിക്കേറ്റ് ലൈനിങ് ഉണ്ടാക്കുന്നതാണ്. അത് എവിടെയൊക്കെയാണ് കാണുന്നത്? ബ്ലഡ് വെസൽസ്, ലങ്ങിന്റെ ആൽവിയോലൈ, ഈസോഫേഗസ്, മൗത്തിന്റെ ലൈനിങ്ങിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. കോളുംനാർ എപ്പിത്തീലിയം മോസ്റ്റ്ലി അബ്സോർപ്ഷനും സെക്രീഷനും ആയിട്ട് കൺസേൺഡ് ആണ്. ടോൾ ആണ്, പില്ലർ ലൈക്ക് ആണ്, സെൽസ് ലൈനിങ് ഇൻറ്റസ്റ്റൈൻ. ഇനി അവര് എപ്പിത്തീലിയൽ ബാരിയറിന്റെ അക്രോസ് മൂവ്മെന്റ് ആര് ഫെസിലിറ്റേറ്റ് ചെയ്തു? നമ്മുടെ കോളുംനാർ സെൽസ് ഫെസിലിറ്റേറ്റ് ചെയ്തു. ഇനി അതിൽ കോളുംനാർ സെൽസിൽ സീലിയന്റ് മോഡിഫിക്കേഷൻ വന്നാൽ അതിനെ സീലിയേറ്റഡ് കോളുംനാർ എപ്പിത്തീലിയം എന്ന് വിളിച്ചു. ആൻഡ് അത് മെയിൻലി റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കണ്ടു. ആൻഡ് ഇറ്റ് പുഷസ് മ്യൂക്കസ് ടു ക്ലിയർ ദി എയർവേ. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എങ്ങനെയാണ്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഫോംസ് ദി ലൈനിങ് ഓഫ് കിഡ്നി ട്യൂബ്യൂൾസ് ആൻഡ് സലൈവറി ഗ്ലാൻഡ് ഡക്റ്റിലും നമുക്ക് ക്യൂബോയിഡൽ എപ്പിത്തീലിയാണ് കാണാൻ പറ്റും. Second version, write down the common features of connective tissue and on the basis of structure and function differentiate between bones and cartilage. അപ്പൊ കണക്റ്റീവ് ടിഷ്യൂ എന്താന്നൊക്കെ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു. എങ്ങനെയാണ്? അവർ മോസ്റ്റ് അബണ്ടന്റ് ആണ്, വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, കണക്ട് ചെയ്യുന്നു ബിറ്റ്വീൻ ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസ്. ആൻഡ് ദേ ഓൾസോ പ്രൊവൈഡ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്, സപ്പോർട്ട് ആൻഡ് റിജിഡിറ്റി ടു വേരിയസ് ബോഡി പാർട്സ്. പ്രൊട്ടക്ഷനും കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, because it forms the endoskeleton of body. ഇനി connective tissues developed from the embryonic mesoderm. ആൻഡ് അവർക്ക് ഒരു പ്രത്യേകത കൊണ്ട് എന്ത്? ദേ ക്യാൻ റീജനറേറ്റ്, അതായത് റീജനറേഷൻ കപ്പാസിറ്റിയും അവരിൽ കാണാൻ പറ്റും. കണക്റ്റീവ് ടിഷ്യൂവിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? അതിൽ കുറച്ച് ഫൈബേഴ്സ് ഉണ്ടാവും, കുറച്ച് സെൽസ് ഉണ്ടാവും, കുറച്ച് മാട്രിക്സും ഉണ്ടാവും. അപ്പോ 3 components in the connective tissue ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? matrix, cells and fibers. ഇനി അതിന്റെ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിൽ എങ്ങനെയാണ്? ഒരു amorphous ആയ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് which is made of glycoprotein with associated mucopolysaccharide. ഇനി ഈ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്തൊക്കെ ആവാം? either ലിക്വിഡ് അല്ലെങ്കിൽ ജെൽ അല്ലെങ്കിൽ സോളിഡ് ആവാം. ഇനി എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിന്റെ കോമ്പോസിഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. glycoproteins which is amorphous ground substance and associated with mucopolysaccharides. അവർക്ക് നല്ലൊരു amount ഓഫ് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്താണ്? കണക്റ്റീവ് ടിഷ്യൂവിന്റെ പ്രത്യേകതകളാണ്. ഇനി ഡിഫറൻസസ് ബിറ്റ്വീൻ ബോൺ ആൻഡ് കാർട്ടിലേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ബോക്സ് വരച്ച് ഡിഫറൻസ് എഴുതാനാണെങ്കിൽ ബോൺസ് എങ്ങനെയാണ്? അവര് ഫേം ആണ്, ബ്രിറ്റിൽ ആണ്, അതായത് ഫ്ലെക്സിബിൾ ഒന്നല്ല, നല്ല ഫേം ആയിട്ട് ഇരിക്കും. ഇനി അഥവാ പൊട്ടിപ്പോയാൽ അത് പൊട്ടിപ്പോവും, അല്ലാണ്ട് ഫ്ലെക്സിബിൾ ആയിട്ട് എലാസ്റ്റിക് പോലെ തിരിച്ച് എലാസ്റ്റിസിറ്റി കാണിക്കില്ല. ഇനി കാർട്ടിലേജ് ഇതേ സമയം എങ്ങനെയാണ്? സോഫ്റ്റ് ആണ്, ഇലാസ്റ്റിക് ആണ്. ഇനി ബോണിന്റെ മെട്രിക്സിൽ നമുക്ക് പ്രോട്ടീൻ ആയിട്ട് എന്ത് കാണാൻ പറ്റും? പ്രോട്ടീൻ നോൺ ആസ് ഓസീൻ. ഇനി കാർട്ടിലേജിന്റെ ആണെങ്കിൽ aggregate is present as protein. പ്രോട്ടീൻ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? മെട്രിക്സിൽ aggregate എന്ന് പറഞ്ഞ പ്രോട്ടീൻ കാണാൻ പറ്റും. ഇനി അവരുടെ ഗ്രോത്ത് എങ്ങനെയാണ്? ബൈ ഡയറക്ഷണൽ ഗ്രോത്ത് ആണ് ബോൺ കാണിക്കുക, പക്ഷെ കാർട്ടിലേജ് ഷോസ് യൂണി ഡിറക്ഷണൽ ഗ്രോത്ത്. ഇനി ഇവരുടെ ബ്ലഡ് സപ്ലൈ എങ്ങനെയായിരിക്കും? ബോണിന് അതിൻ്റെതായ ഓൺ ബ്ലഡ് സപ്ലൈ ഉണ്ടെന്ന് പറയാൻ പറ്റും, പക്ഷെ കാർട്ടിലേജിന് എങ്ങനെയാണ്? അവർക്ക് ബ്ലഡ് സപ്ലൈ ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ ലാക്കിംഗ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇത്രയാണ് ബോണിന്റെയും കാർട്ടിലേജിന്റെയും മെയിൻ ഡിഫറൻസസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, കമന്റ് അപ്പോൺ ദി ഗാമറ്റിക് എക്സ്ചേഞ്ച് ഇൻ earthworm ഡ്യൂറിങ് മേറ്റിംഗ്. അപ്പോ മേറ്റിംഗ് അല്ലെങ്കിൽ കോപ്പുലേഷന്റെ സമയത്ത് എങ്ങനെയാണ് ഗാമറ്റിക് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ
ഇവന്റെ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? ക്രോസ് ഫെർട്ടിലൈസേഷൻ ആണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ എക്സ്റ്റേണൽ. അതായത് ഇന്റേണലി അല്ല നടക്കുന്നത്. ഗാമിറ്റ് ഫെർട്ടിലൈസ്ഡ് ആവുന്നത് എക്സ്റ്റേണൽ എൻവയൺമെന്റിലാണ്, നോട്ട് വിത്തിൻ ദി ബോഡി ഓഫ് ഫീമെയിൽ. ഇനി earthworm എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ദേ കം ക്ലോസർ. രണ്ട് earthworm ഫസ്റ്റ് ക്ലോസർ ആയിട്ട് വരുന്നു ആൻഡ് വെൻട്രലി അറ്റാച്ച്ഡ് ആവുന്നു ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വെൻട്രലി അറ്റാച്ച്ഡ് ആവുന്നു. അപ്പൊ ഒന്നിന്റെ ഹെഡ് ഇവിടെയാണെങ്കിൽ മറ്റേതിന്റെ ഹെഡ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഓപ്പോസിറ്റ് രീതിയിലാണ് അവർ അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഈ അറ്റാച്ച്മെന്റ് കഴിയുമ്പോൾ നമ്മുടെ കോപ്പുലേഷന്റെ പ്രോസസ് ബിഗിൻസ്. ഇനി ബിഗിൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഒരു earthwormന്റെ ജെനൈറ്റൽ പോർ, അതായത് മെയിൽ ജെനൈറ്റൽ പോർ ഒരു earthwormന്റെ ഇസ് ഇൻസേർട്ടഡ് ഇൻ ടു മറ്റേ earthwormന്റെ സ്പെർമാത്തീക്കൽ പോർ. ഒരാളുടെ മെയിൽ ജെനൈറ്റൽ പോർ ഇൻസേർട്ടഡ് ഇൻ ടു മറ്റേ ആളുടെ സ്പെർമാത്തീക്കൽ പോർ. ഇനി അവര് ക്ലോസ്ലി കുറച്ചു നേരം ലൈ ചെയ്യുന്നു ആൻഡ് ബൈ ദി പെനിട്രേഷൻ ഓഫ് സീറ്റേ ഇൻ ദെയർ ബോഡീസ്. വിത്ത് പെനിട്രേഷൻ ഓഫ് സീറ്റേ. ഇനി ഇത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ രണ്ട് earthwormഉം എക്സ്ചേഞ്ച് ചെയ്യുന്നു. എന്ത്? നമ്മുടെ സ്പെർമും പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ്. ഒരു earthwormന്റെ സ്പെർമും പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡും എക്സ്ചേഞ്ച്ഡ് ആവുന്നു ആൻഡ് നമ്മുടെ മറ്റേതിന്റെ സ്പെർമാത്തീക്കൽ പോറിലാണല്ലോ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ, ഈ സ്പെർമാത്തീക്കൽ പോർ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. എന്ത്? എക്സ്ചേഞ്ച് ചെയ്ത സ്പെർമാത്തീക്കെ. ഇനി they remain like this for about 1 hour and ഇത് കഴിഞ്ഞ് എന്ത് പറ്റും? സ്പെർമും എഗ്ഗും, സ്പെർം അലോങ് വിത്ത് എഗ് എങ്ങോട്ടേക്ക് പാസ്ഡ് ആവുന്നു? നമ്മുടെ കോക്കൂണിലേക്ക് പാസ്ഡ് ആവുന്നു ആൻഡ് വിച്ച് ഗെറ്റ്സ് സെക്രീറ്റഡ് ബൈ ദി ക്ലൈറ്റലാർ ഗ്ലാൻഡ്. നമുക്കറിയാം കൊക്കൂൺ ആരാണ് ഉണ്ടാക്കുന്ന? ക്ലൈറ്റലാർ ഗ്ലാൻഡ് ആണ്. ആൻഡ് ഇസ് പ്രസന്റ് ഓൺ 14th, 15th and 16th സെഗ്മെന്റ്. അപ്പോൾ കൊക്കൂണിലേക്ക് എത്തുന്നു ആൻഡ് ഇവിടെ എന്ത് ടേക്ക് പ്ലേസ് ചെയ്യുന്നു? നമ്മുടെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഗാമെറ്റിക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. ക്രോസ് ഫെർട്ടിലൈസേഷൻ പറയാ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ പറയാ. രണ്ട് earthworms അടുത്തേക്ക് വരുന്നു, അവര് അറ്റാച്ച്ഡ് ആവുന്നു ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ, കോപ്പുലേഷൻ ബിഗിൻ ചെയ്യുന്നു ആൻഡ് മെയിൽ ജെനൈറ്റൽ പോർ മറ്റേതിന്റെ സ്പെർമാത്തിക്കൽ പോറിലേക്ക് ഇൻസേർട്ടഡ് ആവുന്നു ആൻഡ് സീറ്റയുടെ പെനിട്രേഷൻ വഴി അവർ അറ്റാച്ച്ഡ് ആയി ക്ലോസ് ആയി ലൈ ചെയ്യുന്നു ആൻഡ് എക്സ്ചേഞ്ച് ആവുന്നു എന്ത്? സ്പെർമും പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡും. ആൻഡ് നമ്മുടെ രണ്ടാമത്തെ earthwormന്റെ സ്പെർമാത്തിക്കൽ പോറിൽ സ്പെർമാത്തിക്ക സ്റ്റോർ ആവുന്നു ആൻഡ് അബൌട്ട് 1 hour ലേറ്റർ നമ്മുടെ സ്പെർമും എഗ്ഗും കൂടി എങ്ങോട്ടേക്ക് പോകുന്നു? കൊക്കൂണിലേക്ക് പാസ്ഡ് ആവുന്നു ആൻഡ് ഫൈനലി എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. ഇത്രയും കാര്യങ്ങളാണ് ഗാമെറ്റിക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. ഹെർമഫ്രോഡൈറ്റ് ആണ്. സെൽഫ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, ക്രോസ് ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. വെൻട്രൽ സർഫസ് വഴി അറ്റാച്ച് ചെയ്യുന്നു ഓപ്പോസിറ്റ് ഈച്ച് അതർ, അതായത് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ. ആൻഡ് മെയിൽ ജെനൈറ്റൽ പാപ്പിൽ അല്ലെങ്കിൽ മെയിൽ ജെനൈറ്റൽ പോർ ഇസ് ഇൻസേർട്ടഡ് ഇൻ ടു സ്പെർമാത്തിക്കൽ പോർ ആൻഡ് എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നു? സ്പെർമും പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡും ട്രാൻസ്ഫർ ചെയ്യുന്നു ആൻഡ് കോപ്പുലേഷൻ കഴിഞ്ഞ് ഇവർ സെപ്പറേറ്റ് ആവുന്നു ആൻഡ് ഇത് കഴിഞ്ഞ് എന്ത് പറ്റും? നമ്മുടെ ക്ലൈറ്റിലും പതുക്കെ ഒരു ബാൻഡ് സെക്രീറ്റ് ചെയ്യുന്നു. ഈ ബാൻഡ് അതായത് നമ്മൾ എന്തെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് ക്ലൈറ്റലാർ സെഗ്മെന്റിൽ കാണുന്ന കൊക്കൂൺ സെക്രീറ്റഡ് ആവുന്നു ആൻഡ് ഈ കൊക്കൂൺസിൽ എന്ത് പറ്റുന്നു? ഈ സ്പേംസും എഗ്ഗും ഒരുമിച്ച് വരുന്നു ആൻഡ് ഫൈനലി എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ആ ക്ലൈറ്റിലത്തിന് അറൌണ്ട് ഒരു ഗേർഡിൽ പോലെ ഫോം ചെയ്യുന്നു ആൻഡ് ഈ ഗേർഡിൽ എന്തുണ്ട്? മെച്ചോർ ഓവയുണ്ട്.
by the female genital pore. ഇനി worm എന്ത് പറ്റും? wriggles backwards and ഇവിടെയാണ് ബാൻഡ്, ഇവിടെയാണ് എർത്ത് വോം എന്ന് വിചാരിച്ചോ. ഇതിന്റെ ക്ലൈറ്റലർ സെഗ്മെന്റിൽ ഒരു ബാൻഡ് ഉണ്ട് ആൻഡ് ഈ എർത്ത് വോം പതുക്കെ ഇങ്ങോട്ട് റിഗിൾ ചെയ്യാൻ തുടങ്ങും ആൻഡ് ഫൈനലി ഇത് ഒരു എക്സ്റ്റേണൽ സെക്രീഷൻ പോലെ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റഡ് ആവുന്നു. ഇവിടുന്ന് ഇത് ഇങ്ങനെയാവും, സെപ്പറേറ്റ് സെഗ്മെന്റ്സ് ആവുന്നു ആൻഡ് ഇത് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് പാസസ് ഓവർ ദി സ്പെർമാത്തിക്കൽ പോർസ്. നമുക്കറിയാം സ്പെർമാത്തിക്കൽ പോർസിലാണ് സ്പേംസ് ഉള്ളത്. മെച്ചോർ ഓവ ഓൾറെഡി ഫീമെയിൽ ജെനൈറ്റൽ പോറിൽ റിലീസ്ഡ് ആയിരുന്നു. അതിപ്പോ ആരുമായിട്ട് മീറ്റ് ചെയ്യുന്നു? നമ്മുടെ സ്പേമുമായിട്ട് മീറ്റ് ചെയ്യുന്നു ആൻഡ് അൾട്ടിമേറ്റ്ലി കംപ്ലീറ്റ് വർം റിഗിൾസ് ഔട്ട്, അതായത് പുറത്തേക്ക് കംപ്ലീറ്റ്ലി മാറിപ്പോന്നു ആൻഡ് നമ്മുടെ ഗേർഡിൽ ഇസ് ലെഫ്റ്റ് ഫ്രീ ഇൻ ദ സോയിൽ. ഇത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആയിട്ട് സെപ്പറേറ്റ്ലി ലെഫ്റ്റ് ആവുന്നു. ഈ സ്ട്രക്ചറിനെ നമ്മൾ കൊക്കോൺ എന്ന് വിളിച്ചു ആൻഡ് ഇറ്റ് സെക്രീറ്റഡ് ബൈ ക്ലൈറ്റലർ സെഗ്മെന്റ്. ഇനി ഫെർട്ടിലൈസേഷനും ഡെവലപ്മെന്റും കൊക്കോണിൽ നടക്കുന്നത് നമ്മൾ അതിന് എന്തെന്ന് വിളിച്ചു? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ആൻഡ് ഓൺ ആൻ ആവറേജ് ഒരു 4 ബേബി വർംസ് ഒരു കൊക്കോണിന്ന് ഉണ്ടാവാം. ഇത്രയാണ് ഫെർട്ടിലൈസേഷനെ പറ്റി പറയേണ്ടത്. Fourth question, explain the digestive system of cockroach with the help of a labeled sketch. കോക്രോച്ചിൽ എങ്ങനെയാണ്? alimentary canal ഉണ്ട് ആൻഡ് അതിന്റെ അസോസിയേറ്റഡ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഉണ്ട്. ഇനി alimentary canal 3 regions കാണാൻ പറ്റും. എന്തൊക്കെ? ഫോർഗട്ട്, മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട്. ഫോർഗട്ടിലെ സ്ട്രക്ചേഴ്സ് എന്താന്ന് വെച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും? മൗത്ത്, ഫാരൻസ്, ഈസോഫാഗസ്, ക്രോപ്പ് ആൻഡ് ഗിസേർഡ്. ഇനി മൗത്ത് എങ്ങനെയാണ്? ഒരു നാരോ ഓപ്പണിംഗ് ആണ്, അത് ഓപ്പൺ ഇൻ ടു ഫാരൻസ്. ഇനി ഫാരൻസ് ഡയറക്ട്ലി ഈസോഫേഗസിൽ പോകുന്നു. ഈസോഫേഗസിന് ഒരു പെയർ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ക്രോപ്പിലേക്ക് പോകുന്നു ആൻഡ് ഈ ക്രോപ്പിലാണ് നമ്മൾ ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്നത്. ആൻഡ് ക്രോപ്പിൽ നിന്ന് ഗിസേർഡിലേക്ക് പോകുന്നു ആൻഡ് നമുക്കറിയാം ഗിസേർഡിൽ ഒരു ഔട്ടർ ലെയർ ഓഫ് സ്ട്രോങ് സർക്കുലർ മസിൽസും ഇന്നർ ക്യൂട്ടിക്കിളും അതായത് ടീത്ത് ലൈക്ക് സ്ട്രക്ചേഴ്സും ഉണ്ട്. അതുകൊണ്ട് ഗിസേർഡിൽ ഗ്രൈൻഡിങ് നടക്കുന്നു ആൻഡ് ഫോർഗട്ട് കഴിഞ്ഞ് മിഡ്ഗട്ട് വരുന്നു ആൻഡ് അവിടെയാണ് നമ്മുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ആൻഡ് അറ്റ് ദി ജംഗ്ഷൻ ഓഫ് മിഡ്ഗട്ട് ആൻഡ് ഗിസേർഡ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു ഹെപ്പാറ്റിക് CK എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. അവിടെ 100 to 150 യെല്ലോ ഫൈൻ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് കോൾഡ് മാൽപിജിയൻ ട്യൂബ്യൂൾസ്. ഇനി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹൈൻഗട്ട് വരുന്നു. ഹൈൻഗട്ട് ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഒരു ക്വസ്റ്റനിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഐലിയം, കോളൻ, റെക്ടം ആൻഡ് ഏനസ്. ഇനി ഡൈജസ്റ്റീവ് ഗ്ലാൻസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പെയർ ഓഫ് സലൈവറി ഗ്ലാൻസ് ഉണ്ട്. അവര് സലൈവ സെക്രീറ്റ് ചെയ്യുന്നു, എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നു ആൻഡ് ഹെപ്പാറ്റിക് CKയും ഒരു ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആണ്. കാരണം എന്താണ്? അവർക്ക് കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം സെക്രീഷൻ അവരെന്താ ചെയ്യുന്നുണ്ട്. ഇനി മിഡ്ഗട്ടിൽ എങ്ങനെയാണ്? മിഡ്ഗട്ട് ലൈനിങ്ങിൽ ഒരു ഗ്ലാൻഡുലർ എപ്പിത്തീലിയൽ സെൽസ് കാണാൻ പറ്റും. അവരും എങ്ങനെയാണ് ഈ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി 5th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഡ്രോ എ നീറ്റ് ആൻഡ് വെൽ ലേബിൾഡ് ഡയഗ്രാം ഓഫ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ, ഫ്രോഗിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രാം ചോദിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വരക്കണം? ഫാറ്റ് ബോഡി കാണിക്കണം ഫ്രോഗില് ആൻഡ് വാസ എഫ്രൻഷ്യ. ഫാറ്റ് ബോഡിന്ന് ഡയറക്ട്ലി എങ്ങനെ ചെറിയ വാസ എഫ്രൻഷ്യ ഉണ്ട്. 2 ടെസ്റ്റിസ് 2 സൈഡിലും ഉണ്ട്. അതിന് നമ്മുടെ കിഡ്നി വരുന്നുണ്ട്. കിഡ്നിയിൽ നിന്ന് എന്തോ ഒരു കണക്ഷൻ യൂറിനോ ജെനൈറ്റൽ ട്രാക്ട് വരുന്നു. ഇത് ക്ലോയേക്ക ആൻഡ് ഫൈനലി ഒരു യൂറിനറി ബ്ലാഡറിന്റെ അറ്റാച്ച്മെന്റും കാണിക്കണം. ഇത്രയാണ് എന്തെന്നുള്ളത് ഫ്രോഗിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ ഡയഗ്രാം വരക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ലേബിൾ ചെയ്യുക. ഇനി ഈ ക്വസ്റ്റ്യൻ എന്ത് ചോദിച്ചിട്ടുണ്ട്? കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് ഇത്രയും സാധനങ്ങൾ. എന്തൊക്കെ ഉണ്ട് ഇതില്? ഫാരൻസ് ഉണ്ട്, ഏറ്റവും അറ്റത്ത് മൗത്തും ഉണ്ട്, അത് കഴിഞ്ഞ് ഫാരൻസ് കാണിക്കുന്നുണ്ട്, ഈസോഫേഗസ് കാണിക്കുന്നുണ്ട്, ക്രോപ്പ് ഉണ്ട്, ഗിസേർഡ് ഉണ്ട്. ക്രോപ്പ് ഉണ്ട്, അതായത് ഒരു പെയർ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ക്രോപ്പ്. അത് കഴിഞ്ഞ് ഗിസേർഡ് കണ്ടു. അത് കഴിഞ്ഞ് ഹെപ്പാറ്റിക് CK വിച്ച് കണ്ടിന്യൂസ് വിത്ത് മിഡ്ഗട്ട് അല്ലെങ്കിൽ മീസെൻട്രോൺ. അത് കഴിഞ്ഞ് മാൽപിജിയൻ ട്യൂബ്യൂൾസ് കാണാം. അത് കഴിഞ്ഞ് ഹൈൻഗട്ടിന്റെ പാർട്സ് ഐലിയം, കോളൻ, റെക്ടം ആൻഡ് ഏനസ്. ഇത്രയാണ് കോക്രോച്ചിന്റെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇതോടെ നമ്മുടെ എന്ത് കഴിഞ്ഞു? ചാപ്റ്റർ 7 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.
ഈ ക്വസ്റ്റ്യൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. 8th ചാപ്റ്റർ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ്. താങ്ക് യു.